Dear students, ഇന്ന് നമുക്ക് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ABO ഗ്രൂപ്പിംഗ്, RH ഗ്രൂപ്പിംഗ്, coagulation of blood, human circulatory system, that is pericardium, bicuspid valve, tricuspid valve, semilunar valves, then SA node, AV node, bundle of his Purkinje fiber, cardiac cycle, ECG, and disorders of circulatory system. ഈ ചാപ്റ്റർ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലഡ് ഗ്രൂപ്പ്സ് അല്ലെ, നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്ങിലെ ഓരോ വ്യക്തികൾക്കും കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ്, ഓരോ വ്യക്തിയിലും കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഒരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതായത് ഒരാളിൽ A പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരാളിൽ B പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരാൾ A നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത ആളിൽ O നെഗറ്റീവോ അല്ലെങ്കിൽ O പോസിറ്റീവോ ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് കാണപ്പെടുന്നത്. പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് കാണപ്പെടുന്നത്. നോക്കാം, ടു സച്ച് ഗ്രൂപ്പിംഗ്സ് ആർ ABO ഗ്രൂപ്പിംഗ് ആൻഡ് RH ഗ്രൂപ്പിംഗ്. രണ്ട് ടൈപ്പ് ഗ്രൂപ്പിംഗ് ആണ് കാണപ്പെടുന്നത് ബ്ലഡ് ഗ്രൂപ്പ്സിൽ. ഏതൊക്കെയാണ്? ABO ഗ്രൂപ്പും അതേപോലെ തന്നെ RH ഗ്രൂപ്പും. എന്താണ് ABO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ആരാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരണം തരുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിനെക്കുറിച്ച് കണ്ടുപിടിച്ചത്? നോക്കാം, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് വാസ് ഡിസ്കവേർഡ് ബൈ കാൾ ലാൻഡ്സ്റ്റൈനർ. കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ABO ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് കണ്ടുപിടിച്ചത് അല്ലേ. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് വാസ് ഡിസ്കവേർഡ് ബൈ കാൾ ലാൻഡ്സ്റ്റൈനർ. നോക്കാം, പ്രധാനമായിട്ടും ABO ബ്ലഡ് ഗ്രൂപ്പിൽ 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പാണ് മെൻഷൻ ചെയ്യുന്നത്. A ബ്ലഡ് ഗ്രൂപ്പ്, B, AB, O. അങ്ങനെ A, B, AB, O എന്ന് പറയുന്ന 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ഏതിൽ പറയുന്നുണ്ട്? ABO ബ്ലഡ് ഗ്രൂപ്പിൽ പറയുന്നുണ്ട് അല്ലേ. എന്നാൽ നോക്കിക്കേ, നമ്മൾ പറയുന്നുണ്ട് A ബ്ലഡ് ഗ്രൂപ്പിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, Bയിലും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും, ABയിലുണ്ട് പോസിറ്റീവും നെഗറ്റീവും, Oയിലും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ RH ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. RH ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റീസസ് മങ്കിയിൽ കാണപ്പെടുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ആൻറ്റിജൻ ആണ് നമ്മൾ RH ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഈ RH ആൻറ്റിജൻ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? RH പോസിറ്റീവ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 80% ആളുകളും പോസിറ്റീവാണ്. അതിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് നെഗറ്റീവായിട്ട് കാണപ്പെടുന്നത്. 80% ആളുകളും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 80% ആളുകളിലും RH ആൻറ്റിജൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ പറയാറില്ലേ A എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പാണ്, ABO ഗ്രൂപ്പാണ്. എന്നാൽ A പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പോസിറ്റീവ് എന്ന് പറഞ്ഞത് RH ഫാക്ടർ, RH ആൻറ്റിജൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? RH പോസിറ്റീവ് എന്ന് പറയും. എന്നാൽ RH ആൻറ്റിജൻ ആ വ്യക്തിയിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ A നെഗറ്റീവ് എന്ന് പറയും. അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ABO ഗ്രൂപ്പിങ്ങിൽ ബ്ലഡ് ഗ്രൂപ്പിൽ A ആണ് ബ്ലഡ് ഗ്രൂപ്പ് എങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ RH ആൻറ്റിജൻ കാണപ്പെടുന്നില്ല. ദെൻ B പോസിറ്റീവ് ആൻഡ് B നെഗറ്റീവ്. B പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് B ആണെങ്കിൽ B ആണ് എന്നും, എന്നാൽ അതിൽ RH ആൻറ്റിജൻ ഉണ്ടെങ്കിൽ B പോസിറ്റീവ് എന്നും, ബ്ലഡ് ഗ്രൂപ്പിൽ RH ആൻറ്റിജൻ ഇല്ലെങ്കിൽ B നെഗറ്റീവ് എന്നും പറയാം. അതേപോലെ തന്നെ AB പോസിറ്റീവ് എന്ന് പറയുമ്പോൾ AB ബ്ലഡ് ഗ്രൂപ്പിൽ RH ആൻറ്റിജൻ ഉണ്ടെങ്കിൽ AB പോസിറ്റീവ് എന്നും, ഇല്ലെങ്കിൽ AB നെഗറ്റീവ് എന്നും പറയുന്നു. ദെൻ O ബ്ലഡ് ഗ്രൂപ്പിൽ RH ആൻറ്റിജൻ ഉണ്ടെങ്കിൽ O പോസിറ്റീവ് എന്നും, RH ആൻറ്റിജൻ ഇല്ലെങ്കിൽ O നെഗറ്റീവ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ പ്രധാനമായിട്ടും രണ്ടായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ABO ഗ്രൂപ്പിങ്ങും RH ഗ്രൂപ്പിങ്ങും. ഇത് പ്രധാനമായിട്ടും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ABO ഗ്രൂപ്പിംഗ്. ABO ഗ്രൂപ്പിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് 2 സർഫസ് ആൻറ്റിജൻസ്, നെയ്മിലി A ആൻഡ് B. അതായത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്നത്, ഇപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പാണോ, B ബ്ലഡ് ഗ്രൂപ്പാണോ, AB ആണോ, O ആണോ എന്ന് നിർണ്ണയിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ RBCയുടെ സർഫസിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസിന് അനുസരിച്ചിട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അതായത് നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന RBC അല്ലെ, റെഡ് ബ്ലഡ് സെൽസിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു ഷുഗർ പോളിമർ ഉണ്ട്. നമ്മൾ അതിനെയാണ് ആൻറ്റിജൻ എന്ന് പേരിലറിയപ്പെടുന്നത്. അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ബ്ലഡിൽ ആൻറ്റിജൻ A കാണപ്പെടുന്നു, എന്നാൽ
ബി ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ബ്ലഡിൽ എന്താ കാണപ്പെടുക? ബി ആന്റിജൻ ആണ് കാണപ്പെടുന്നത്. ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ എ ആന്റിജനും ബി ആന്റിജനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ കെമിക്കൽ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എ ആന്റിജനും ബി ആന്റിജനും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് നോക്കാം എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ എയും കാണപ്പെടുന്നുണ്ട്, ആന്റിജൻ ബിയും കാണപ്പെടുന്നുണ്ട്. ഇത് രണ്ടും കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഒ ബ്ലഡ് ഗ്രൂപ്പിലോ ആന്റിജൻ എയും കാണപ്പെടുന്നില്ല, ബിയും കാണപ്പെടുന്നില്ല. അതായത് RBCയുടെ സർഫസിൽ ആ ഷുഗർ പോളിമർ കാണപ്പെടുന്നില്ല എന്നാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ RBCയുടെ സർഫസിൽ കാണപ്പെടുന്ന ഈ ഷുഗർ പോളിമർ ആയിട്ടുള്ള നമ്മൾ പേര് പറയുന്ന ആന്റിജൻ, ഈ ആന്റിജന്റെ പ്രസൻസ് ഓർ ആബ്സെൻസിന്റെ ബേസിലാണ് ABO ഗ്രൂപ്പ് നമ്മൾ നിർണ്ണയിക്കുന്നത്. അതായത് ഓരോ ടൈപ്പ് ബ്ലഡ് നിർണ്ണയിക്കുന്നത്. അതായത് എ ബ്ലഡ് ഗ്രൂപ്പ്, ബി ബ്ലഡ് ഗ്രൂപ്പ്, AB ബ്ലഡ് ഗ്രൂപ്പ്, ഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് നമ്മൾ തരംതിരിക്കുന്നത് ഇതിന്റെ RBCയുടെ സർഫസിൽ കാണപ്പെടുന്ന ആന്റിജന്റെ ബേസിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാവുന്നതാണ് എ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ എ കാണപ്പെടുന്നു, ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ ബി കാണപ്പെടുന്നു. ദെൻ AB ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിൽ ആന്റിജൻ എയും ബിയും കാണപ്പെടുന്നുണ്ട്, ഒ ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിൽ രണ്ടും കാണപ്പെടുന്നില്ല. എന്നാൽ ഈ ബ്ലഡിൽ കാണപ്പെടുന്ന പ്ലാസ്മയിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ അതിന് പറയുന്ന പേരാണ് ആന്റിബോഡി എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പ്ലാസ്മ കണ്ടെയ്ൻസ് 2 നാച്ചുറൽ ആന്റിബോഡീസ്. ദ പ്രോട്ടീൻ produced in response to antigen, that is antibody A and antibody B. നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലഡിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ആന്റിബോഡി എന്ന് പറയുന്നത്. ആന്റിജൻ എയിൽ കാണപ്പെടുന്ന ആന്റിബോഡി നമ്മൾ അറിയപ്പെടുന്ന ബി ആന്റിബോഡി എന്ന പേരിലാണ്. എന്നാൽ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ ബി ഉണ്ടാകും, എന്നാൽ അവിടെ കാണപ്പെടുന്ന ആന്റിബോഡി ഏതാണ്? എ ആന്റിബോഡിയാണ്. എ ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ആന്റിജൻ എയും ആന്റിബോഡി ബിയും ഒരിക്കലും റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ എ ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ആന്റിജൻ എയും ബി ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ആന്റിബോഡി എയും തമ്മിലാണ് കെമിക്കലായിട്ട് റിയാക്ഷൻ നടക്കുന്നത്. നമുക്കറിയാം ഈ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കുകയാണ് ചെയ്യുന്നത്, അഗ്ലൂട്ടിനേഷൻ നടക്കും അല്ലെ? അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ആന്റിജൻ എ റിയാക്ട് വിത്ത് ആന്റിബോഡി എ. ദെൻ ബി ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ബി എന്ന് പറയുന്ന ആന്റിജനും എ ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ബി എന്ന് പറയുന്ന ആന്റിബോഡിയും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പേര് കൊടുക്കുന്നത് അല്ലെ, ബി ആന്റിജൻ ബി ആന്റിബോഡി. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ പറയാറുണ്ട് ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ദ ബ്ലഡ് ഓഫ് ഡോണർ ഹാസ് ടു ബി കെയർഫുള്ളി മാച്ച്ഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് റെസിപ്പിയന്റ് ടു അവോയ്ഡ് സിവിയർ കോംപ്ലിക്കേഷൻ സച്ച് ആസ് അഗ്ലൂട്ടിനേഷൻ ഓർ ക്ലംപിംഗ് ഓഫ് RBC. അതായത് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ബ്ലഡ് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ടൈമിൽ അവിടെ എന്ത് മാച്ച് നോക്കണം? ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് നോക്കണം അല്ലെ? ഡോണറിന്റെയും റെസിപ്പിയന്റെയും ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് നോക്കണം. എന്തിനു വേണ്ടിയാണ് അങ്ങനെ നമ്മളൊന്ന് മാച്ച് നോക്കുന്നത്? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ് എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഒരിക്കലും ബി ബ്ലഡ് ഗ്രൂപ്പിനും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നോക്കാം, ഈ ആന്റിജൻ എയും ആന്റിബോഡി എയും തമ്മിൽ റിയാക്ട് ചെയ്യും. അതേപോലെ തന്നെ ബി ബ്ലഡ് ഗ്രൂപ്പുകാര് എ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. കാരണം ആന്റിജൻ ബിയും എ ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ബി ആന്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും? ബ്ലഡ് കട്ട പിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. എ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെയ്ൻ എ ആന്റിജൻ അല്ലെ? നമുക്കറിയാവുന്നതാണ് എ ബ്ലഡ് ഗ്രൂപ്പിൽ എ ആന്റിജൻ കാണപ്പെടും. നമുക്കറിയാവുന്നതാണ് ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് അതിന്റെ RBCയുടെ സർഫസിൽ കാണപ്പെടുന്ന ആന്റിജന്റെ പ്രസൻസിലാണ്. അപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പിൽ എ ആന്റിജൻ, ബി ബ്ലഡ് ഗ്രൂപ്പിൽ ബി ആന്റിജൻ, AB ബ്ലഡ് ഗ്രൂപ്പിൽ AB ആന്റിജൻ അല്ലെ? ദെൻ ഇവിടെ നോക്കുക, എ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെയ്ൻ എ ആന്റിജൻ വിച്ച് റിയാക്ട് വിത്ത് ആന്റിബോഡി എ. അത് ആരോടുമായിട്ടാണ് ഈ ആന്റിജൻ എ എന്ന് പറയുന്ന ആന്റിജൻ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? ആന്റിബോഡി എ, ആ പേരിലുള്ള എ ആന്റിജൻ എ ആന്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ എ ആന്റിബോഡി ഏത് ബ്ലഡിലാണ് കാണപ്പെടുന്നത്? ബി ബ്ലഡ് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത് അല്ലെ? നോക്കുക, സോ എ പേഴ്സൺ ഹു ഹാസ് എ ബ്ലഡ് ഗ്രൂപ്പ് cannot receive blood from B blood group. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പുകാരന് ഒരിക്കലും ബി ബ്ലഡ് ഗ്രൂപ്പുകാരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്തായിരിക്കണം? എ ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ ഡൊണേറ്റ് ബ്ലഡ് ടു ബോത്ത് എ ആൻഡ് ബി, AB. എന്നാൽ എ ബ്ലഡ് ഗ്രൂപ്പിന് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? ബോത്ത് എ ആൻഡ് AB.
എ ഗ്രൂപ്പുകാർക്കും എ ബി ഗ്രൂപ്പുകാർക്കും ഡൊണേറ്റ് ചെയ്യാം. കാരണം എന്താണ്? എ ബി ഗ്രൂപ്പിൽ എന്ത് കാണപ്പെടുന്നില്ല? ആൻറ്റിബോഡീസ് കാണപ്പെടുന്നില്ല. അപ്പം നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ആർ ബി സി, ഇത് ആർ ബി സി ആണ്, ആർ ബി സിയിൽ സർഫസിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ ആണ്, ദെൻ ഇത് ആൻറ്റിബോഡിയാണ് അല്ലേ. അപ്പോൾ എ ഗ്രൂപ്പിൽ കാണപ്പെടുന്ന എ ആൻറ്റിജനും അതേപോലെ തന്നെ ബി ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന എ ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്യും. നോക്കുക, ഇവിടെ നോക്കുക, റിയാക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലംപിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷനാണ് നടക്കപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുക, എ ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ബോത്ത് എ ആൻഡ് ഒ. എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാം? എ കാരിൽ നിന്നും അതേപോലെ തന്നെ ഒ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് സ്വീകരിക്കാം. ബിക്കോസ് ഒ ബ്ലഡ് ഗ്രൂപ്പ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻറ്റിജൻ. ഒ ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല അല്ലേ, അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ നടക്കില്ല. ഇനി നമുക്ക് 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നെല്ലാം ബ്ലഡ് സ്വീകരിക്കാമെന്നും ആർക്കെല്ലാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാമെന്നും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. പ്രധാനമായിട്ടും 4 ടൈപ്പ് ബ്ലഡ് എന്ന് പറയുമ്പോൾ എ ബി ഒ. ഫസ്റ്റ് നമുക്ക് നോക്കാം എ ബ്ലഡ് ഗ്രൂപ്പ്. എ ബ്ലഡ് ഗ്രൂപ്പിന്റെ സർഫസിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ എ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ബ്ലഡിലെ ആർ ബി സിയുടെ സർഫസിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ ആണ് എ എന്നും അവരുടെ ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡിയാണ് ബി എന്നും നമുക്കറിയാവുന്നതാണ് അല്ലേ. ഇങ്ങനെ എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്കെല്ലാം ബ്ലഡ് കൊടുക്കാം? ക്യാൻ ഗിവ് ബ്ലഡ് ടു എ ആൻഡ് എ ബി. എ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും കൊടുക്കാൻ പറ്റും, സ്വന്തം ബ്ലഡ് ഗ്രൂപ്പുള്ളവർക്ക് കൊടുക്കാം, അതേപോലെ തന്നെ എ ബി ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. കാരണം എന്തായിരിക്കണം? നോക്കിക്കേ, നമുക്കറിയാവുന്നതാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും അല്ലേ. എ എന്ന് പറയുന്ന ആൻറ്റിജൻ എ എന്ന് പറയുന്ന ആൻറ്റിബോഡിയോട്ടാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബി ബ്ലഡ് ഗ്രൂപ്പിലേക്ക് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ബി ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കയ്യിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? എ എന്ന് പറയുന്ന ആൻറ്റിബോഡി ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ആൻറ്റിജനും എ എന്ന് പറയുന്ന ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്യുകയും അവിടെ രക്തം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എ ഗ്രൂപ്പുകാരുടെ ബ്ലഡ് ഒരിക്കലും ബി ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി ഒ ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഒ ഗ്രൂപ്പുകാരുടെ ബ്ലഡിൽ ആൻറ്റിബോഡി എയും ബിയും ഉള്ളത് കൊണ്ട് ഈ എ എന്ന് പറയുന്ന ആൻറ്റിജൻ എ എന്ന് പറയുന്ന ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യാം. ആരുടെ ബ്ലഡിലെ? ഒ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ബ്ലഡിൽ എ എന്ന് പറയുന്ന ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? എ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ബ്ലഡ് ഒ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ആർക്ക് കൊടുക്കാം? എ ബിക്ക് കൊടുക്കാം. കാരണം എന്താണ്? എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിബോഡി കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ബ്ലഡ് ആർക്ക് കൊടുക്കാം? എ ബി ഗ്രൂപ്പുകാർക്ക് കൊടുക്കാം. ഇനി നമുക്ക് നോക്കാം ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാം. എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എ കാരുടെ ബ്ലഡും അതേപോലെ തന്നെ ഒ ഗ്രൂപ്പുകാരുടെ കയ്യിൽ നിന്നും രക്തം വാങ്ങാവുന്നതാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഒ ബ്ലഡ് ഗ്രൂപ്പിൽ എന്ത് കാണപ്പെടുന്നില്ല? ആൻറ്റിജൻ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആൻറ്റിജൻ കാണപ്പെടാത്തത് കൊണ്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കാത്തത് കൊണ്ടാണ് ഒ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കയ്യിൽ നിന്നും രക്തം വാങ്ങാൻ പറ്റുമെന്ന് പറയുന്നത്. ഇനി നോക്കാം നെക്സ്റ്റ് ബി ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ. ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആൻറ്റിജൻ ഏതാണ്? ബി ആണ്, ആൻറ്റിബോഡി എ ആണ്. ബി ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ബ്ലഡ് എ ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് നോക്കാം ഇവിടെ ആർക്കെല്ലാം കൊടുക്കാൻ പറ്റും? ബി കാർക്കും എ ബി കാർക്കും കൊടുക്കാം. കാരണം ബി കാർക്ക് ഒരിക്കലും എ ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ബി എന്ന് പറയുന്ന ആൻറ്റിജനും ബി എന്ന എ ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ബി എന്ന് പറയുന്ന ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് നടക്കും? അഗ്ലൂട്ടിനേഷൻ നടക്കും, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഒ ബ്ലഡ് ഗ്രൂപ്പിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ബി എന്ന് പറയുന്ന ആൻറ്റിബോഡീസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെയും റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്, അവിടെയും രക്തം കട്ട പിടിക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. എന്നാൽ നോക്കുക, ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്കെല്ലാം ബ്ലഡ് കൊടുക്കാൻ പറ്റും? ബി ഗ്രൂപ്പുകാർക്കും കൊടുക്കാം, അതേപോലെ തന്നെ എ ബി ഗ്രൂപ്പുകാർക്കും കൊടുക്കാൻ പറ്റും. കാരണം എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ എന്ത് കാണപ്പെടുന്നില്ല? ആൻറ്റിബോഡി കാണപ്പെടുന്നില്ല. നെക്സ്റ്റ് നോക്കുക, ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം. ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നെല്ലാം ബ്ലഡ് സ്വീകരിക്കാം? ബി ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കയ്യിൽ നിന്നും വാങ്ങാം, ഒ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കയ്യിൽ നിന്നും വാങ്ങാം. നോക്കിക്കേ, എന്തുകൊണ്ടാണ് ഒ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നത്? കാരണം ഒ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കയ്യിൽ എന്ത് കാണപ്പെടുന്നില്ല? ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. നെക്സ്റ്റ് നോക്കാം, ഒ ബ്ലഡ് ഗ്രൂപ്പ്.
O ബ്ലഡ് ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു ആന്റിജൻ ഇല്ല, ആന്റിബോഡി A and B ആണ്. അതുകൊണ്ട് തന്നെ can give blood, ആർക്കെല്ലാം ബ്ലഡ് കൊടുക്കാൻ പറ്റും? AB-ക്ക് കൊടുക്കാം, Aക്ക് കൊടുക്കാം, Bക്ക് കൊടുക്കാം, Oക്ക് കൊടുക്കാം. കാരണം അവിടെ എന്തില്ല? O ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും അത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കില്ല അല്ലെ? എന്നാൽ ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാം? O ബ്ലഡ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കാം AB ബ്ലഡ് ഗ്രൂപ്പ്. AB ബ്ലഡ് ഗ്രൂപ്പിൽ സർഫസിൽ കാണപ്പെടുന്ന ആന്റിജൻ ആണ് AB എന്നും ആന്റിബോഡി കാണപ്പെടുന്നില്ല. ആർക്കെല്ലാം ബ്ലഡ് കൊടുക്കാം? AB ബ്ലഡ് ഗ്രൂപ്പർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം എന്താണ്? കാരണം AB ബ്ലഡ് ഗ്രൂപ്പർക്ക് A ബ്ലഡ് ഗ്രൂപ്പുകാർക്കോ അല്ലെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പുകാർക്കോ അല്ലെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പുകാർക്കോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കും അല്ലെ? നോക്കാം, ഇവിടെ AB-യിൽ A എന്ന് പറയുന്ന ആന്റിജനും ഉണ്ട്, B എന്ന് പറയുന്ന ആന്റിജനും ഉണ്ട്. അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പിൽ B എന്ന് പറയുന്ന ആന്റിബോഡി ഉണ്ട്, B ബ്ലഡ് ഗ്രൂപ്പിൽ A എന്ന് പറയുന്ന ആന്റിബോഡി ഉണ്ട്, Oയിൽ രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 3 ഗ്രൂപ്പുകാർക്കും കൊടുക്കാൻ പറ്റില്ല, അവിടെ റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ AB ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? AB ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാം? AB ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങാം, Aയിൽ നിന്ന് വാങ്ങാം, Bയിൽ നിന്ന് വാങ്ങാം, Oയിൽ നിന്ന് വാങ്ങാം. അപ്പോൾ നമ്മളിവിടെ പറയുന്ന A-കാരുടെ കയ്യിൽ നിന്നും B-കാരുടെ കയ്യിൽ നിന്നും O-കാരുടെ കയ്യിൽ നിന്നും വാങ്ങാം എന്ന് പറയാനുള്ള കാരണം AB ബ്ലഡ് ഗ്രൂപ്പിൽ എന്ത് കാണപ്പെടുന്നില്ല? ആന്റിബോഡി ഇല്ല അല്ലെ? അപ്പോൾ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ആന്റിബോഡി ഇല്ലാത്തത് കൊണ്ട് AB ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ AB ബ്ലഡ് ഗ്രൂപ്പിന് നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ O ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്കും ബ്ലഡ് കൊടുക്കാവുന്നതാണ്. AB ഗ്രൂപ്പിന് കൊടുക്കാം, Aക്ക് കൊടുക്കാം, Bക്ക് കൊടുക്കാം, Oക്ക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ O ബ്ലഡ് ഗ്രൂപ്പിന് നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയാറുണ്ട്. ABO ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ 2 ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു അല്ലെ? നോക്കാം, എന്താണ് അവരുടെ പ്രത്യേകത? O ഗ്രൂപ്പും AB ഗ്രൂപ്പും. AB ഗ്രൂപ്പിന് നമ്മൾ അറിയപ്പെടുന്ന യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ടും O ഗ്രൂപ്പിന് നമ്മൾ അറിയപ്പെടുന്ന യൂണിവേഴ്സൽ ഡോണർ ആയിട്ടാണ്. നോക്കാം, AB ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സൺ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം പേഴ്സൺ ഓഫ് എനി ഗ്രൂപ്പ് ബിക്കോസ് ഓഫ് ദെയർ പ്ലാസ്മ കണ്ടെയ്ൻ നോ ആന്റിബോഡീസ്. AB ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. കാരണം എന്തായിരിക്കണം? അവരുടെ പ്ലാസ്മയിൽ എന്ത് കാണപ്പെടുന്നില്ല? ആന്റിബോഡീസ് ഇല്ലാത്തത് കൊണ്ട് ആരുടെ കയ്യിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ AB ബ്ലഡ് ഗ്രൂപ്പിന് നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ടാണ് പറയുന്നത്. നോക്കാം, O ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഡോണർ ആണ്. കാരണം എന്താണ്? The O ഗ്രൂപ്പ് പേഴ്സൺ ഹാസ് നോ ആന്റിജൻ ഓൺ ദ RBC. RBCയുടെ സർഫസിൽ O ഗ്രൂപ്പിൽ എന്തില്ല? ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് സോ ഈ ക്യാൻ ഡൊണേറ്റ് ബ്ലഡ് ടു എനി അതർ ഗ്രൂപ്പ്സ്. ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. കാരണം O ഗ്രൂപ്പുകാരുടെ RBCയുടെ സർഫസിൽ ആന്റിജൻ ഇല്ല. O ഗ്രൂപ്പിൽ ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. ഹെൻസ് O ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് ആർ കാൾഡ് യൂണിവേഴ്സൽ ഡോണർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം O ഗ്രൂപ്പുകാർ എന്താണ്? യൂണിവേഴ്സൽ ഡോണർ ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ O ഗ്രൂപ്പുകാർ നമ്മൾ മനസ്സിലാക്കുന്ന യൂണിവേഴ്സൽ ഡോണർ ആയിട്ടാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് എ പേഴ്സൺ ഹാവിംഗ് ബ്ലഡ് ഗ്രൂപ്പ് A ഈസ് ഗിവൺ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് B ബൈ മിസ്റ്റേക്ക്, വാട്ട് വിൽ ബി ഇറ്റ്സ് ഇഫക്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ബ്ലഡ് ഗ്രൂപ്പ് A ഉള്ള ആൾക്ക് B ബ്ലഡ് ഗ്രൂപ്പിലേക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കിയേ? ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുകയും അതിന്റെ ഫലമായിട്ട് എന്ത് നടക്കുകയും? രക്തം കട്ടപിടിക്കും അല്ലെ? ദിസ് റിസൾട്ട് ഇൻ ദ അഗ്ലൂട്ടിനേഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് RBC ഓഫ് റെസിപ്പിയന്റ് ബ്ലഡ് സ്വീകരിക്കുന്ന ആളുടെ രക്തം കട്ടപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ആൾ മരിച്ചു പോകും അല്ലെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേഴ്സൺ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് A പൊസസ്. A ബ്ലഡ് ഗ്രൂപ്പ് എന്തെല്ലാം പൊസസ് ചെയ്യുന്നുണ്ട്? ആന്റിജൻ Aയും ഉണ്ട്, ആന്റിബോഡി Bയും ഉണ്ട് അല്ലെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ബ്ലഡ് ഗ്രൂപ്പ് ഡസ് നോട്ട് ഹാവ് എനി ആന്റിജൻ. ഏത് ബ്ലഡ് ഗ്രൂപ്പിലാണ് ആന്റിജൻ കാണപ്പെടാത്തത്? പക്ഷേ അതിൽ എന്തെല്ലാം പൊസസ് ചെയ്യുന്നുണ്ട്? ആന്റിബോഡി കാണപ്പെടുന്നുണ്ട്, Aയും Bയും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പിലാണ് ആന്റിജൻ ഇല്ലാത്തത്? O ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? നെക്സ്റ്റ് ഈസ് ദ RH ഗ്രൂപ്പിംഗ്. RH ഗ്രൂപ്പിംഗ് എന്ന് പറയുകയാണെങ്കിൽ
അപ്പോൾ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ബ്ലഡിൽ RBCയുടെ സർഫസിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് ആൻറ്റിജൻ നമ്മൾ പരിചയപ്പെട്ടു. A എന്ന് പറയുന്ന ആൻറ്റിജനും B എന്ന് പറയുന്ന ആൻറ്റിജനും അല്ലേ. അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പിൽ A എന്ന് പറയുന്ന ആൻറ്റിജൻ ഉണ്ട്, B ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിൽ B എന്ന് പറയുന്ന ആൻറ്റിജൻ ഉണ്ട്, AB യിലാണെങ്കിൽ AB ആൻറ്റിജൻ ഉണ്ട്, O യിൽ രണ്ടും ഇല്ല അല്ലേ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ RBCയുടെ സർഫസിൽ 2 ആൻറ്റിജൻ ഉണ്ട് എന്നറിയാം. എന്നാൽ അതിനെ കൂടാതെ തന്നെ കാണപ്പെടുന്ന മറ്റൊരു ആൻറ്റിജൻ ഉണ്ട്, RH ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഈ RH ആൻറ്റിജൻ കാണപ്പെടുന്ന പ്രധാനമായിട്ടും റീസസ് മങ്കിയിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്, റീസസ് ഫാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ആൻറ്റിജനെ പറയുന്ന പേരാണത്. നോക്കാം, ദിസ് RH ആൻറ്റിജൻ ഈസ് ആൻ ആൻറ്റിജൻ പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് RBC ഇൻ അഡീഷൻ ടു ദ A and B ആൻറ്റിജൻ. ഈ RH എന്ന് പറയുന്ന ആൻറ്റിജൻ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 80% ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഈ RH ആൻറ്റിജൻ കാണപ്പെടുന്നുണ്ട്. മെജോറിറ്റി RH ആൻറ്റിജൻ കാണപ്പെടുന്നുണ്ട്. എന്നാൽ വളരെ കുറച്ച് മാത്രം RH ആൻറ്റിജൻ കാണപ്പെടാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്ന നോക്കാം. ദ പേഴ്സൺ വിത്ത് RH ആൻറ്റിജൻ പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ദെയർ RBC ആർ കാൾഡ് RH പോസിറ്റീവ്. അപ്പോൾ RH പോസിറ്റീവ് എന്ന് പറയുന്നത് ആരുടെ ബ്ലഡ് ഗ്രൂപ്പിലാണോ RH ആൻറ്റിജൻ ഉള്ളത്, അതായത് എവിടെയാണ് കാണപ്പെടുക, RBCയുടെ സർഫസിൽ RH ആൻറ്റിജൻ കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, RH പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയും. എന്നാൽ ചിലരുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ RH ആൻറ്റിജൻ കാണപ്പെടില്ല. അങ്ങനെ RH ആൻറ്റിജൻ കാണപ്പെടാത്ത ബ്ലഡ് ഗ്രൂപ്പിന് നമ്മൾക്ക് എന്ത് പേരിൽ അറിയപ്പെടാം, RH നെഗറ്റീവ് എന്ന് പറയപ്പെടുന്നുണ്ട്. നോക്കാം, ദ പേഴ്സൺ വിത്തൗട്ട് RH antigen on the surface of their RBC are called RH negative. An RH negative person, if exposed to RH positive blood, will form specific antibodies against the RH antigen. RH negative ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബോഡിയിൽ ഇതിനെതിരായുള്ള ഒരു ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, therefore RH group should also be matched before transfusion. അപ്പോൾ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മൾ ABO ഗ്രൂപ്പ് മാച്ച് ചെയ്യുന്നതിന് പോലെ തന്നെ RH ഗ്രൂപ്പ് മാച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെതിരായുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ബ്ലഡ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ 2 ഗ്രൂപ്പിംഗ് മാച്ച് നോക്കണം. ഏതൊക്കെയാണ്, ABO ഗ്രൂപ്പിങ്ങും അതേപോലെ തന്നെ RH ഗ്രൂപ്പിൻ്റെയും മാച്ച് നോക്കിയിരിക്കണം. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, ഈ വാക്കിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട് അല്ലേ. നോക്കാം, എറിത്രോ മീൻസ് എറിത്രോസൈറ്റ്, ദാറ്റ് ഈസ് RBC. ബ്ലാസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക, ഫീറ്റാലിസ് ഫീറ്റൽ സ്റ്റേജിൽ, അതായത് ഫീറ്റൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ആ ഒരു കുഞ്ഞിൻ്റെ എറിത്രോസൈറ്റ്സ് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ RBC സെൽസ് ബ്രേക്ക് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് മരണപ്പെടുന്ന ഡിസീസിനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം പ്രധാനമായിട്ടും RH ഫാക്ടർ ഇൻകോമ്പാറ്റിബിലിറ്റി കൊണ്ടാണ് അല്ലെങ്കിൽ RH ഫാക്ടറിൻ്റെ മിസ്മാച്ചിങ് കൊണ്ടാണ്. ഇതുണ്ടാകുന്ന എപ്പോഴാണ്, ഇപ്പോൾ നമുക്കറിയാം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഫീമെയിൽ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു മെയിലിനെ മാരി ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആവാം അല്ലെ, രണ്ടിനും ചാൻസ് ഉണ്ട്. നോക്കാം, the RH factor incompatibility or mismatching occur between the RH negative blood of pregnant mother with the RH positive blood of the fetus. ഇവിടെ ഈ മിസ്മാച്ചിങ് ഉണ്ടാവാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാകുന്ന മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവുമാണ്. ഈ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, RH ഫാക്ടറിൻ്റെ മിസ്മാച്ചിങ് നടക്കുന്നത്. Then the RH antigen does not get mixed with the maternal blood in the first pregnancy because both the bloods are separated by placenta. അപ്പോൾ ഈ കുഞ്ഞിലുണ്ടാകുന്ന നമ്മൾ പറഞ്ഞു RH പോസിറ്റീവ് ആണ് കുഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ ഡെവലപ്പ് ചെയ്യും. ഈ ആൻറ്റിജന് അമ്മയുടെ ബോഡിയുമായി മിക്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ മിക്സ് ചെയ്യുന്നില്ല. കാരണം ഇതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നുണ്ട്, പ്ലാസൻ്റ കാണപ്പെടുന്നുണ്ട്. നമുക്കറിയാം പ്ലാസൻ്റ എന്ന് പറയുകയാണെങ്കിൽ അമ്മയിൽ നിന്നുണ്ടാവുന്ന ന്യൂട്രിയൻസ് കുഞ്ഞിലേക്ക് കൊടുക്കുന്ന ഒരു കണക്ഷൻ ലിങ്കാണ് അല്ലേ. അതേപോലെ തന്നെ കുഞ്ഞിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് കൊണ്ടുപോകുന്നതും പ്ലാസൻ്റ വഴിയാണ്. അപ്പോൾ ഈ പ്ലാസൻ്റ ഇതിന് ബാരിയറായിട്ട് വർക്ക് ചെയ്യുകയും ഈ പ്ലാസൻ്റ ഈ ആൻറ്റിജൻ കുട്ടിയിലുണ്ടാകുന്ന ആൻറ്റിജന് അമ്മയുടെ ബ്ലഡുമായി മിക്സ് ചെയ്യുന്നത് തടയാണ് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ദർ ഈസ് എ പോസിബിലിറ്റി ടു മിക്സ് ബോത്ത് ദ ബ്ലഡ്. എന്നാൽ പ്രസവ ടൈമിൽ ഈ 2 ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക നോക്കാം നമുക്ക്. ദിസ് വിൽ ഇൻഡ്യൂസ് ദ ഫോർമേഷൻ ഓഫ് RH ആൻറ്റിബോഡീസ് ഇൻ ദ മറ്റേണൽ ബ്ലഡ്. അപ്പോൾ ഈ കുഞ്ഞിൽ പ്രസവ ടൈമിൽ ഈ കുഞ്ഞിൻ്റെ ബ്ലഡും അമ്മയുടെ ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്യുന്നതിന് ഫലമായിട്ട് കുഞ്ഞിൻ്റെ ബ്ലഡിൽ ഉണ്ടാകുന്ന RH ആൻറ്റിജൻ എവിടെ എത്തും? അമ്മയുടെ ബോഡിയിലെത്തും. അതിൻ്റെ ഫലമായിട്ട് ഈ ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡീസ് അമ്മയുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നോക്കുക, ഇഫ് ദിസ് മദർ കൺസീവ്സ് ആൻ RH പോസിറ്റീവ് ഫീറ്റസ് ഫോർ ദ സെക്കൻഡ് ടൈം. ഇനി രണ്ടാമത് അമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആ സമയത്ത് കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് RH പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. The RH antibodies from the mother can leak into the blood of the fetus and destroy fetal RBC. In this case, baby will die due to anemia and jaundice. This is called erythroblastosis fetalis. അപ്പോൾ നമ്മൾ പറഞ്ഞു അമ്മയുടെ ബോഡിയിൽ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ആൻറ്റിബോഡി എങ്ങോട്ട് പോകും? കുഞ്ഞിൻ്റെ ബ്ലഡിലേക്ക് പാസ് ചെയ്യും. ഈ കുഞ്ഞിൻ്റെ ബ്ലഡിലേക്ക് പാസ് ചെയ്യുന്നതിന് ഫലമായിട്ട് ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും റിയാക്ട് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ബ്ലഡിൽ കാണപ്പെടുന്ന RBC സെൽസിനെ ബ്രേക്ക് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അനീമിയയും അതേപോലെ തന്നെ ജോണ്ടിസും വന്ന് കുട്ടി മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ആ അസുഖത്തെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഒന്നുകൂടി നമ്മൾ പറയാം. അതായത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് സംഭവിക്കുക അല്ലെങ്കിൽ RH ഇൻകോമ്പാറ്റിബിലിറ്റിയിലെ മിസ്മാച്ചിങ് നടക്കുന്നത് അമ്മ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാകുന്ന അമ്മ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ദെൻ കുഞ്ഞ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ആണെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസി സേഫ് ആയിരിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് പ്രസവം സേഫ് ആയിരിക്കും അല്ലേ. ഈ പ്രസവത്തിൻ്റെ ടൈമിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് അമ്മയുടെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യും. ഈ സമയത്ത് കുഞ്ഞിൻ്റെ ബ്ലഡിലുണ്ടാകുന്ന ആൻറ്റിജൻ അമ്മയുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യുകയും അമ്മയുടെ ബോഡിയിൽ എന്ത് ഫോം ചെയ്യും? ഈ ആൻറ്റിജനെതിരെ ഉണ്ടാകുന്ന ഒരു ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രസവം സേഫ് ആണ് എന്ന് പറഞ്ഞു. എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ആൻറ്റിബോഡി ആരിലേക്ക് പാസ് ചെയ്യും? കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ ഫീറ്റസിലേക്ക് പാസ് ചെയ്യും. നമ്മൾ പറഞ്ഞു ആ ഫീറ്റസ് RH പോസിറ്റീവ് ആണെങ്കിൽ ഈ ആൻറ്റിബോഡീസ് പ്ലാസൻ്റ വഴി കുഞ്ഞിൻ്റെ ബോഡിയിലേക്ക് എത്തുകയും ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്ന ബ്ലഡ് സെൽസിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് മരണപ്പെട്ടു പോകുന്നു. ഈ അസുഖത്തെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഈ പാർട്ടുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. That is, erythroblastosis fetalis is an RH incompatibility disorder. First question, describe the circumstances in which erythroblastosis fetalis might arise. ഏത് സാഹചര്യങ്ങളിലാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് അറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്? നമുക്ക് നോക്കാം. If the first child of an RH negative woman is RH positive, she develops anti-RH antibodies in her blood. During subsequent pregnancy, if the fetus is RH positive and RH antibodies enter the fetal blood from the mother blood, causing agglutination resulting erythroblastosis fetalis. അതായത് അമ്മ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും അവർക്കുണ്ടാവുന്ന കുഞ്ഞ് പോസിറ്റീവുമാണെങ്കിൽ ആദ്യത്തെ കുട്ടികൾ ഇവിടെ പ്രത്യേകം പറയുന്നത് ഇഫ് ദ ഫസ്റ്റ് ചൈൽഡ് ഓഫ് ആൻ RH നെഗറ്റീവ് വുമൺ ഈസ് RH പോസിറ്റീവ്. നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു സ്ത്രീയുടെ ആദ്യത്തെ കുട്ടി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഷീ ഡെവലപ്സ് anti-RH ആൻറ്റിബോഡീസ് ഇൻ ഹെർ ബ്ലഡ്. ആ അമ്മയുടെ ബ്ലഡിൽ RH ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. അതായത് പ്രസവ ടൈമിൽ അമ്മയുടെയും അതേപോലെ തന്നെ കുഞ്ഞിൻ്റെയും ബ്ലഡുകൾ തമ്മിൽ മിക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഈ ആൻറ്റിജനെതിരായുള്ള ആൻറ്റിബോഡി അമ്മയുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യും. ദെൻ ഫസ്റ്റ് പ്രഗ്നൻസിയും അതേപോലെ തന്നെ ഫസ്റ്റ് പ്രസവവും സേഫ് ആയിരിക്കും അല്ലേ. ഫസ്റ്റ് കുട്ടിക്കൊരു തകരാറുണ്ടാവില്ല. എന്നാൽ സബ്സീക്വൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഈ സമയത്ത് എന്താ സംഭവിക്കുക? ഈ കുഞ്ഞ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഉടനെ തന്നെ ഈ ആൻറ്റിബോഡി അമ്മയുടെ ബ്ലഡിൽ നിന്നും എങ്ങോട്ട് പാസ് ചെയ്യും? കുഞ്ഞിൻ്റെ ബോഡിയിലേക്ക് പാസ് ചെയ്യും. കുഞ്ഞിൻ്റെ ബോഡിയിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
കുഞ്ഞിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന RH ആൻറ്റിജനും ഈ ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അഗ്ലൂട്ടിനേഷൻ നടക്കും, ക്ലംപിംഗ് നടക്കുകയും അങ്ങനെ കുട്ടി മരണപ്പെടുകയും ചെയ്യും. അല്ലേ? ആ അസുഖത്തെ നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഈസ് ദ പ്രോബ്ലം യൂഷ്വലി അവേർട്ടഡ്? ഈ പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ മറികടക്കും എന്നാണ് ചോദിക്കുന്നത്. This problem can be avoided by administering anti-RH antibodies to the mother immediately after the delivery of the first child. അതായത് അമ്മ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞ് പോസിറ്റീവുമാണെങ്കിൽ ഉടനെ തന്നെ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ അമ്മക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ ഏതാണ്? anti-RH ആൻറ്റിബോഡീസ് ആണ്. ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ anti-RH ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അമ്മയുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആൻറ്റിബോഡിയെ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാക്കും, നശിപ്പിച്ച് കളയും. അല്ലേ? അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുന്നില്ല. അടുത്ത പ്രസവവും അല്ലെങ്കിൽ അടുത്ത പ്രഗ്നൻസിയും സേഫ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനെ മറികടക്കുന്നത്. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. എന്താണ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും മുറിവ് തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യും. അല്ലേ? ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യുകയും എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? ആ ബ്ലഡ് അവിടെ കട്ട പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ബ്ലഡിൻ്റെ കൊയാഗുലേഷൻ നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ബ്ലഡ് വെൻ കംസ് ഔട്ട് ഓഫ് ദ വെസൽ ക്വിക്ക്ലി ചേഞ്ചസ് ഫ്രം ഫ്ലൂയിഡ് സ്റ്റേറ്റ്സ് ഇൻ ടു ദ തിക്ക് ജെല്ലി ലൈക്ക് മെറ്റീരിയൽ. ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ നിന്നും തിക്ക് ജെല്ലി ലൈക്ക് മെറ്റീരിയലിലേക്ക് ഉണ്ടാകുന്ന ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കാൾഡ് ബ്ലഡ് കൊയാഗുലേഷൻ. ബ്ലഡ് കൊയാഗുലേഷൻ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ പഠിക്കാം. നോക്കാം. ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി, ക്ലംപ്ഡ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ടിഷ്യൂസ്. അതായത് എവിടെയാണോ നമ്മുടെ ബോഡിയിൽ മുറിവായത് ആ ഏരിയയിൽ കാണപ്പെടുന്ന ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ് എന്ത് റിലീസ് ചെയ്യും? ഒരു സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും. That substance known as thromboplastin. This thromboplastin forms thrombokinase or prothrombinase enzyme. ഈ thromboplastin എന്ന് പറയുന്ന സബ്സ്റ്റൻസ് thrombokinases എന്ന് പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ആക്കും. ദെൻ ഈ ത്രോംബോകൈനേസിന്റെ ഫംഗ്ഷൻ എന്താണ്? ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം പ്രോത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ, ബ്ലഡിൽ കാണപ്പെടുന്ന ഇനാക്റ്റീവ് ആയുള്ള പ്രോട്ടീനാണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. ഇനാക്റ്റീവ് ആയുള്ള പ്രോട്ടീനെ ആക്റ്റീവ് ആയുള്ള പ്രോട്ടീനാക്കി മാറ്റും. ദാറ്റ് ഈസ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. എന്തിൻ്റെ സഹായത്തോടു കൂടി? കാൽസ്യത്തിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ Ca2+ അയോൺസിൻ്റെ സഹായത്തോടു കൂടി ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. അപ്പോൾ ത്രോംബിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആക്റ്റീവ് ആണെന്ന് പറയാം. ഈ ആക്റ്റീവ് ആയിട്ടുള്ള ഈ പ്രോട്ടീൻ ദെൻ പ്ലാസ്മയിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രോട്ടീനാണ്, ഇനാക്റ്റീവ് പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. അത് മാത്രമല്ല അത് സൊല്യൂബിൾ ആണ്, ബ്ലഡിൽ സൊല്യൂബിൾ ആയിട്ട് കാണപ്പെടുന്ന ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് ആയിട്ടുണ്ടാകുന്ന പ്ലാസ്മ പ്രോട്ടീനെ ത്രോംബിൻ എന്താക്കി മാറ്റുകയാണ്? ഫൈബ്രിൻ ആക്കി മാറ്റും, ആക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ആക്കി മാറ്റും, അത് ഇൻസൊല്യൂബിൾ ആക്കി മാറ്റും. ദെൻ ഈ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിൻ ആണ് എന്തിനു സഹായിക്കുന്നത്? ക്ലോട്ട് ഫോം ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ക്ലോട്ട് ഫോം ചെയ്യുന്ന എവിടെ നിന്നാണ്? ഡെഡ് ആൻഡ് ഡാമേജ്ഡ് ഫോംഡ് എലമെൻസിൽ നിന്നാണ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ആരുടെ സഹായത്തോടു കൂടി? ഫൈബ്രിൻ്റെ സഹായത്തോടു കൂടി. നമുക്കറിയാം ഫൈബ്രിൻ എന്ന് പറയുന്ന ആക്റ്റീവ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഇൻസൊല്യൂബിൾ പ്ലാസ്മ പ്രോട്ടീനാണ്. You know, when you cut your finger or hurt yourself, your wound does not continue to bleed for long time. Usually blood stop flowing after some time. State out. അല്ലേ? അതായത് നമ്മുടെ വിരലിൽ എവിടെയെങ്കിലും വിരലിൽ മുറിവായി കഴിഞ്ഞാൽ ആ മുറിവിലൂടെ ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ രക്തം കട്ട പിടിക്കുന്നുണ്ട്. അല്ലേ? അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡിൻ്റെ ഊസ് ഔട്ട് അല്ലെങ്കിൽ ബ്ലഡ് ഊർന്നിറങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം. when blood ooze out of a cut, it set into gel within few minutes. ഒരു മുറിവിലൂടെ ബ്ലഡ് ഊർന്നിറങ്ങുകയാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം അവിടെ ജെല്ലായിട്ടായിട്ടുള്ള നമ്മൾ പറഞ്ഞു ഈ ഫ്ലൂയിഡ് ബ്ലഡ് എന്ന് പറയുന്നത് അവിടെ ജെല്ലായിട്ട് മാറും. അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിന് സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ആര്? പ്രോത്രോംബിനേസ് എന്ന് പറയുന്ന എൻസൈം. ആരുടെ സഹായത്തോടു കൂടി? കാൽസ്യം അയോൺസിൻ്റെ സഹായത്തോടു കൂടി. ദെൻ ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നുണ്ട്? സൊല്യൂബിൾ ആയിട്ടുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള
ഫൈബ്രിനോജനെ പ്ലാസ്മ പ്രോട്ടീനെ എന്താക്കി മാറ്റും? ഫൈബ്രിനാക്കി മാറ്റും. ഫൈബ്രിൻ എന്ന് പറയുന്നത് ഇൻസൊല്യൂബിൾ ആണ്, അതേപോലെ തന്നെ ആക്റ്റീവ് ആണ് അല്ലേ. ദെൻ ഈ ഫൈബ്രിനാണ് പിന്നെ എന്തിനു സഹായിക്കുന്നത്? ക്ലോട്ട് ഫോം ചെയ്യാൻ സഹായിക്കുന്നത്. ഈ സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഈ ഫ്ലോ ചാർട്ടാണ് നിങ്ങൾ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഓക്കെ. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹാർട്ടിനെ കുറിച്ച് നോക്കാം. ദ ഹാർട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി ഇൻ ബിറ്റ്വീൻ ദ ടു ലങ്സ്. രണ്ട് ലങ്സിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന സ്പേസിലാണ് ഹാർട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ലങ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സ്പേസിനെയാണ് മീഡിയാസ്റ്റിനം എന്ന് പറയുന്നത്. ഈ മീഡിയാസ്റ്റിനം എന്ന് പറയുന്ന സ്പേസിലാണ് ഹാർട്ടിന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നോക്കാം. ദ ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഡബിൾ വാൾഡ് മെംബ്രൈനസ് ബാഗ് കാൾഡ് പെരികാർഡിയം. ഹാർട്ടിന് കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഡബിൾ ലെയർഡ് മെമ്പറൈൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പെരികാർഡിയം എന്ന് പറയുന്നത്. ഈ ഡബിൾ ലെയർഡ് മെമ്പറൈൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷന് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫ്രിക്ഷൻ കുറക്കുക എന്നുള്ളതും. നമുക്ക് നോക്കാം. The heart is protected by double-walled membranous bag called pericardium enclosing the pericardial fluid. Then our heart has 4 chambers, 2 small upper chamber called atria and 2 large lower chamber called ventricle. നമുക്കറിയാവുന്നതാണ് ഹാർട്ടിൽ 4 ചാമ്പറിൻ്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ചാമ്പറിനെ നമ്മൾ ആട്രിയ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് പറയും. താഴെ കാണപ്പെടുന്ന വലിയ ചാമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? വെൻട്രിക്കിൾസ് എന്ന് പറയും. Then the atria and ventricles are separated by a septum known as atrioventricular septum. അപ്പോൾ നമ്മൾ ഹാർട്ട് നോക്കുകയാണെങ്കിൽ ആട്രിയത്തിനെയും വെൻട്രിക്കിൾസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു സെപ്പറേഷൻ ഉണ്ട്. നമ്മൾ അതിനെ പറയുന്ന പേരാണ് ആട്രിയോവെൻട്രിക്കുലാർ സെപ്റ്റം എന്നത്. ആട്രിയത്തിനെയും അതേപോലെ തന്നെ വെൻട്രിക്കിൾസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെപ്പറേഷൻ, നമ്മൾ അതിനെ പറയുന്ന പേരാണ് ആട്രിയോവെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ദെൻ ഈ ആട്രിയോവെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിനെ ഗൈഡ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന വാൽവ് ഉണ്ട്. AV വാൽവ്സ് എന്ന് പറയും. ആട്രിയോവെൻട്രിക്കുലാർ വാൽവ്സ് എന്ന് പറയും. ഈ ആട്രിയോവെൻട്രിക്കുലാർ വാൽവ്സ് 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഓറിക്കിൾസിനെയും അല്ലെങ്കിൽ ആട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഓറിക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റം കാണപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഓറിക്കിൾസിന് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെപ്പറേഷൻ ഉണ്ടാവുമല്ലോ അല്ലേ. അതിനെന്താ പറയുക? ഇന്റർ ഓറിക്കുലാർ സെപ്റ്റം എന്ന് പറയും, ഓർ ഇന്റർ ആട്രിയൽ സെപ്റ്റം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 2 വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെപ്പറേഷൻ എന്ന് പറയും ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയും. അതേപോലെ തന്നെ ആട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന എന്താ പറയുക? ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയും അല്ലേ. നമുക്ക് നോക്കാം. ദ ഓപ്പണിംഗ് ഓഫ് ദ ആട്രിയോവെൻട്രിക്കുലാർ സെപ്റ്റം ഈസ് ഗൈഡഡ് ബൈ AV വാൽവ്സ്. ദ AV വാൽവ്സ് ആർ 2 ടൈപ്പ്. അപ്പോൾ നമ്മൾ പറയുന്നത് ആട്രിയോവെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ സെപ്പറേഷൻസിൽ ഒരു വാൽവ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിനെ ഗൈഡ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. ഈ വാൽവിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് AV വാൽവ്സ് എന്ന് പറയും. AV വാൽവ്സ് എന്ന് പറയുകയാണെങ്കിൽ ആട്രിയോവെൻട്രിക്കുലാർ വാൽവ്സ് എന്ന് പറയും. ഈ ആട്രിയോവെൻട്രിക്കുലാർ വാൽവ്സിൽ പ്രധാനമായി 2 ടൈപ്പാണ് കാണപ്പെടുന്നത്. നോക്കാം. ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും. ദെൻ ഈ ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ് കാണപ്പെടുന്നത് നോക്കിയേ. ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഈസ് ഗൈഡഡ് ബൈ എ വാൽവ് നോൺ ആസ് ട്രൈകസ്പിഡ് വാൽവ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് 3 മസ്കുലാർ ഫ്ലാപ്സ് ഓർ കസ്പ്സ്. അതായത് റൈറ്റ് സൈഡ് കേട്ടോ, വലത് സൈഡ്, റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന റൈറ്റ് ഏട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുണ്ടാകുന്ന സെപ്പറേഷൻസിൽ കാണപ്പെടുന്ന ഓപ്പണിംഗ് ഉണ്ടാവും അല്ലേ. ആ ഓപ്പണിങ്ങിനെ ഗൈഡ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന വാൽവിനെയാണ് നമ്മൾ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ട്രൈകസ്പിഡ്, ട്രൈ എന്ന് പറയുമ്പോൾ 3 ഇതളുകൾ അല്ലേ. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് 3 മസ്കുലാർ ഫ്ലാപ്സ് ഓർ കസ്പ്. അതായത് ട്രൈകസ്പിഡ് വാൽവ് ഫോം ചെയ്തിരിക്കുന്ന 3 ഇതളുകൾ കൊണ്ടാണ്, അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഓർത്ത് വെക്കണം. റൈറ്റ് സൈഡിൽ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ എപ്പോഴും അശുദ്ധ രക്തമാണ് കാണപ്പെടുന്നത്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കാണപ്പെടുന്നത്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ പ്യുവർ ബ്ലഡ് ആണ് കാണപ്പെടുന്നത് എന്ന് ഓർത്ത് വെച്ചോളാം. The opening between left atrium and left ventricle is guarded by a valve known as bicuspid valve. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൈകസ്പിഡ് വാൽവാണ്. ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞാൽ വലത് സൈഡിൽ കാണപ്പെടുന്നത്. എന്നാൽ ഇടത് സൈഡിൽ
ഇടത് സൈഡിൽ കാണപ്പെടുന്ന, നമ്മൾ പറഞ്ഞു ഇടത് സൈഡിൽ ശുദ്ധരക്തമാണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന സെപ്പറേഷൻ ഉണ്ട്. നമുക്കറിയാം ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം എന്ന് പറയുന്ന സെപ്പറേഷൻ ഉണ്ട്. അതിൽ കാണപ്പെടുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെ ഗൈഡ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന വാൽവാണ് ഏത്, ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറയുന്നത്. നോക്കുക, ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് ഗൈഡ് ബൈ എ വാൽവ് നോൺ ആസ് ബൈകസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് 2 മസ്കുലർ ഫ്ലാപ്സ്. 2 ഇതൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ബൈകസ്പിഡ് വാൽവ് 2 ഇതളുകൾ കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രൈകസ്പിഡ് വാൽവിൻ്റെയും ബൈകസ്പിഡ് വാൽവിൻ്റെയും ഫംഗ്ഷൻ നോക്കിക്കേ. ദ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് അലോ ഫ്ലോ ഓഫ് ബ്ലഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഫ്രം ഏട്രിയ ടു വെൻട്രിക്കിൾ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ഫ്ലോ, ഇറ്റ് അലോസ് ബ്ലഡ് ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻസിലേക്ക് മാത്രമേ ബ്ലഡിൻ്റെ ഫ്ലോ സഹായിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എവിടെ നിന്ന് എവിടേക്കായിരിക്കണം? ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് മാത്രമേ ബ്ലഡിൻ്റെ ഫ്ലോ ഹെൽപ്പ് അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ട്രൈകസ്പിഡ് വാൽവ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ, തിരിച്ചു പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ബ്ലഡ് ആണ് പ്രധാനമായിട്ടും ബൈകസ്പിഡിൻ്റെ വാൽവിൻ്റെയും ട്രൈകസ്പിഡ് വാൽവിൻ്റെയും ഫംഗ്ഷനായിട്ട് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വാൽവാണ് സെമിലുനാർ വാൽവ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത് നോക്കിയേ. അറ്റ് ദ ബേസൽ പാർട്ട് ഓഫ് ദ പൾമിനറി ആർട്ടറി ഫൗണ്ട് ഇൻ ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് അയോട്ട ഫൗണ്ട് ഇൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ആർ പ്രൊവൈഡ് വിത്ത് സെമിലുനാർ വാൽവ്. അതായത് നമ്മൾ മനസ്സിലാക്കിയത് പൾമിനറി ആർട്ടറിയുടെ ബേസിലും അല്ലെങ്കിൽ എൻട്രൻസിലും അയോട്ടയുടെ ബേസിലും കാണപ്പെടുന്ന ഒരു വാൽവാണ് ഏത്, സെമി ലുനാർ വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ പൾമിനറി ആർട്ടറി ഏത് സൈഡിൽ നിന്നാണ്? റൈറ്റ് സൈഡിൽ നിന്ന്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അറൈസ് ചെയ്യുന്ന പൾമിനറി ആർട്ടറിയുടെ എൻട്രൻസിൽ കാണപ്പെടുന്ന വാൽവാണ് സെമിലുനാർ വാൽവ്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അറൈസ് ചെയ്യുന്ന അയോട്ടയുടെ എൻട്രൻസിലും എന്ത് കാണപ്പെടുന്നുണ്ട്? സെമിലുനാർ വാൽവ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് റൈറ്റ് സൈഡിൽ അശുദ്ധ രക്തവും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ലെഫ്റ്റ് സൈഡിൽ ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് ഓറിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് അശുദ്ധ രക്തം വരും. ഈ അശുദ്ധ രക്തം പൾമിനറി ആർട്ടറി വഴി എങ്ങോട്ട് പോകും? ലങ്സിലേക്ക് പോകും. ലങ്സിൽ വെച്ചിട്ട് അത് ഓക്സിജനേഷൻ നടന്നതിന് ശേഷം അത് പൾമിനറി വെയിൻ വഴി എങ്ങോട്ട് വരും? റൈറ്റ് ഏട്രിയത്തിലേക്ക് വരികയും അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരികയും വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബ്ലഡ് ഓക്സിജനൽ ബ്ലഡ് അല്ലെങ്കിൽ ശുദ്ധരക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പാസ് ചെയ്യും അല്ലേ. അങ്ങനെയാണെങ്കിൽ ദ വാൽവ്സ് ഇൻ ദ ഹാർട്ട് അലോസ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. വാൽവ്സിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് അലോസ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു യൂണി ഡയറക്ഷൻ ഫ്ലോ മാത്രമേ ആര് സഹായിക്കുള്ളൂ? വാൽവ്സ് സഹായിക്കുള്ളൂ ബ്ലഡിന്. ദെൻ ദാറ്റ് ഈസ് ഇറ്റ് പ്രിവെൻറ്റ് ബാക്ക്വേർഡ് ഫ്ലോ. ബാക്ക്വേർഡ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെമിലുനാർ വാൽവിൻ്റെ ഫംഗ്ഷൻ. ഇൻ ബിറ്റ്വീൻ ടു ലങ്സ് ദർ ഈസ് എ സ്പേസ് ഇൻ ടു വിച്ച് ഹാർട്ട് ഈസ് പ്ലേസ്ഡ്. ദിസ് സ്പേസ് ഈസ് നോൺ ആസ് mediastinum അല്ലേ. Heart is covered by double-layered membrane known as DASH, pericardium. Pulmonary artery carry deoxygenated blood from DASH to lungs for oxygenation. പൾമിനറി ആർട്ടറി അശുദ്ധ രക്തം എവിടെ നിന്ന് വഹിച്ചുകൊണ്ടാണ് ലങ്സിലേക്ക് പോകുന്നത്? എന്തിന്? അത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. എവിടെ നിന്നാണ്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന്. വിച്ച് വാൽവ്സ് ഫൗണ്ട് അറ്റ് ദ ബേസ് ഓഫ് ദ പൾമിനറി ആർട്ടറി ആൻഡ് അയോട്ട. ഏത് വാൽവാണ് പൾമിനറി ആർട്ടറിയുടെയും അയോട്ടയുടെയും ബേസിൽ കാണപ്പെടുന്നത്? സെമിലുനാർ വാൽവ്. അയോട്ട ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഡേഷ് ടു ഡിഫറെൻറ്റ് ബോഡി പാർട്സ്. അയോട്ട ശുദ്ധരക്തം വഹിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. എവിടെ നിന്നാണ് അയോട്ട അറൈസ് ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അല്ലേ. വിച്ച് വാൽവ്സ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ റൈറ്റ് ഓറിക്കിൾ ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ഓറിക്കിളിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ഏതാണ്? ട്രൈകസ്പിഡ് വാൽവ് എന്നും. വിച്ച് വാൽവ്സ് ഫൗണ്ട് ബിറ്റ്വീൻ ലെഫ്റ്റ് ഓറിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് ഓറിക്കിളിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ഏതാണ്? ബൈകസ്പിഡ് വാൽവ്.